ആന്റണി ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി തന്നെ നമുക്കൊപ്പമുണ്ട്. ശ്രീ അനൂപ് ആന്റണി, താങ്കൾ അടക്കമുള്ളവർ അവിടെ നേരിട്ട് പോയതാണ്. പക്ഷേ നിങ്ങൾ സത്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. അവിടെ മത പരിവർത്തനത്തിന് ശ്രമം തന്നെയാണ് നടത്തിയത്. അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ, അതിനു മുമ്പ് നിങ്ങൾ എന്തിന് അവരെ ന്യായവൽക്കരിക്കുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇല്ല, ഞാനിവിടെ വന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ വിഷയത്തില് ഇവിടെ ഛത്തീസ്ഗഡ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സപ്പോർട്ടിന്റെ കുറവോ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ ആക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിയമസഹായം ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നിയമസഹായം കൊടുക്കാനും വേണ്ടിയിട്ട്. മറ്റു വിഷയങ്ങളിലേക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ആദ്യത്തെ ഇന്നിപ്പം ഇവിടെ ബെയിൽ മൂവ് ചെയ്തിരിക്കുകയാണ്. ബെയിലിന് വേണ്ടി അനൂപ്, പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണല്ലോ. താങ്കൾ ഒരു വിഷയത്തിൽ ഇടങ്ങുന്നു, അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനം ഒരു വിഷയത്തിൽ ഇടപെടുന്നു. അപ്പോൾ ആ വിഷയത്തിൽ ആ ബാധിതമായിരിക്കുന്ന ആൾക്കാർ സത്യസന്ധരാണോ അല്ലയോ എന്നതിലൊരു നിലപാട് പറയേണ്ടതില്ലേ? നിങ്ങൾ അവർ മനുഷ്യക്കടത്തിനോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിനോ ശ്രമിച്ചിട്ടില്ല എന്ന നിലപാട് തന്നെയല്ലേ ഇപ്പോഴും സ്വീകരിക്കുന്നത് ഇക്കാര്യത്തിൽ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും ഹോം മിനിസ്റ്ററെ കണ്ടപ്പോഴും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കണമെന്ന് അവർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഈ അന്വേഷണം നടന്നു കഴിയുമ്പോൾ, കാരണം ശരിയാണ്, ഇതിനകത്ത് ഒത്തിരി ദുരൂഹതകളുണ്ട്. കാരണം ഈ കുട്ടികൾ വരുന്നത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ റായ്പൂരിൽ നിന്നോ ദുർഗിൽ നിന്നോ വളരെ ദൂരെ ഛത്തീസ്ഗഡിന്റെ ഏറ്റവും നക്സൽ ഒരു എന്താ പറയുന്നത് കേന്ദ്രമായ ഒരു സ്ഥലവും അവിടെ നിരവധി ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൺവേർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ബെൽറ്റിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടികൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഹോം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു റെസ്പോൺസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെ റിപ്പോർട്ടും അവരുടെ അന്വേഷണമൊക്കെ കഴിയുമ്പോൾ കൂടുതൽ വ്യക്തത നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തത വരുന്നത് വരെയും എന്തായാലും ബാക്കി ലീഗൽ പ്രോസസ് അതിന്റെ വഴിക്ക് നടക്കുകയും ആ ഇൻവെസ്റ്റിഗേഷനും ആ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് ചിത്രങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമ്മുടെ ഇപ്പൊ കേരളത്തിലുള്ളതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ മതവിശ്വാസം പോലും ഇവിടെ ഒരു ഗ്രേ ഏരിയ ആണ്. ഒരു കുടുംബത്തിൽ തന്നെ പല മതവിശ്വാസമുള്ള ആളുകളുണ്ട്. അതില് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത് പോലെ അവർ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടാണോ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, ഇതൊന്നും ഇവിടെ ഒരു ഗ്രേ ഏരിയ ആണ് ഇവിടെ ഛത്തീസ്ഗഡിലെ പല മേഖലകളും. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ നക്സലൈറ്റുകളുടെ സ്വാധീനമുള്ള ഒന്ന് ദയവായി ഞാൻ ഇടപെടുകയാണ്. ഞാൻ നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഒത്തിരി ഡൈവേർട്ട് ചെയ്തു പോവുകയാണ്. കേരളത്തിൽ നിന്നും അടക്കമുള്ള മലയാളികൾ അടക്കമുള്ള കന്യാസ്ത്രീകൾ പെട്ടെന്ന് ഒരു ഫോണിൽ വന്നതാണ്. ഒരു ചോദ്യത്തിനും കൂടി മാത്രമല്ല, എനിക്കിപ്പോൾ ഇവിടെ ഞാനിപ്പോ ദുർഗ് കോടതിയുടെ ഭാഗത്താണ് ഉള്ളത്. മനസ്സിലാവുന്നു. ഒരു ചോദ്യം കൂടി ഒരു ചോദ്യം കൂടി വേഗത്തിൽ. അതായത് മലയാളികളടക്കമുള്ള കന്യാസ്ത്രീകളാണ് ഇപ്പോൾ ജാമ്യം കിട്ടാതെ ജയിലിലുള്ളത്. അവർ മതപരിവർത്തനം നടത്തിയോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവരെ ന്യായീകരിക്കാൻ ഇപ്പോൾ നിങ്ങൾ രംഗത്ത് വരുന്നില്ല. അങ്ങനെയാണോ നിങ്ങളുടെ നിലപാട്? ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള എന്റെ നിലപാട് ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്. ആ വിഷയത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ അടുത്ത്, ഈ വിഷയത്തിൽ ഞങ്ങളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്തും. അന്വേഷണം കണ്ടെത്തിയിട്ട് അന്വേഷണം നടക്കുമ്പോൾ ഇവരുടെ ബെയിലും ഇവര് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും തമ്മിൽ എന്താ പറയുന്നത്, രണ്ടും തമ്മിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൽ വരുമല്ലോ, അന്നേരം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ അന്വേഷിക്കട്ടെ. അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വളരെ വിശദമായ അന്വേഷണം നടത്തും. അവർ ഏത് രീതിയിലുള്ള അന്വേഷിക്കാനും അതിന് എന്ത് പിന്തുണ കൊടുക്കാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. ആ അന്വേഷണം വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇതെല്ലാം കൃത്യമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വരട്ടെ. അത് നമുക്കാക്കാം. അതായത് സംസ്ഥാന ബി.ജെ.പി നേതൃത്വം മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നാണ് താങ്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പറഞ്ഞിട്ടൊന്നുമില്ല. അത് അങ്ങനെ ഒരു വ്യാഖ്യാനം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞ റെസ്പോൺസ് ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പറഞ്ഞത് അതല്ല, കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ ആ തരത്തിൽ അവരെ ന്യായീകരിക്കുന്നില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ടാണ് ഇന്നലെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമ്പോൾ ഇവർ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വരും. ഇവർ എന്ത് തെറ്റാണ് ചെയ്തെന്നുള്ളത് അന്വേഷണം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഇത്ര എന്താ പറയുക വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നതിൽ നിങ്ങൾ ഉറക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെന്റും പറയുന്നതിനെ ആസ്പദമാക്കിയിട്ടാണ്. അവർ എന്നോട് പറഞ്ഞത് ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങട്ടെ, ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായം വരുമ്പോൾ ഞാൻ പറയാം. കേരളത്തിലെ കത്തോലിക്ക സഭ മുഴുവൻ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഉണ്ടാകുന്ന ആത്മാർത്ഥതയെ, സംശയത്തെ അത് ചോദ്യം ചെയ്യുകയാണ്. രാജ്ഭവനിലേക്ക് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്,
ആത്മാർത്ഥമായി ഈ ഒരു കാര്യത്തിൽ ഇടപെടാനല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഇത്രയും എഫർട്ട് എടുക്കുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി. ഇവിടെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം ആരുടെയാണെന്നും, ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ തന്നെ ഇന്നലെ വന്ന് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും കാണിച്ചിട്ട് പോയ ആ ഒരു നാടകം, ആ നാടകം ഈ കേസിനെയും ഈ മുമ്പോട്ട് പോകുന്ന അന്വേഷണത്തെയും എത്രത്തോളം ബാധിക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവരിലേക്ക് വിരൽ ചൂണ്ടാത്തത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനെയും ഭാരതീയ ജനതാ പാർട്ടിയും മാത്രമൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ വന്ന് ഈ വിഷയം കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇവർ ശ്രമിക്കുന്നത്? കുറച്ചു ദിവസം ഒന്ന് കഴിയട്ടെന്ന്, അന്വേഷണം കഴിയുന്നവരെങ്കിലും ഇവർക്ക് ഈ പ്രതിഷേധങ്ങളൊക്കെ ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷ നേതാക്കന്മാർ ഇവിടെ ഈ ജയിലിന്റെ മുമ്പിൽ വന്ന് ഈ നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ? ശരി, എന്തായാലും വളരെ നന്ദി അനൂപ് ആന്റണി അവിടെ നിന്ന് പ്രതികരിച്ചത്. അദ്ദേഹം അതിനുള്ള ഇടപെടൽ നടത്തുകയാണ്. ഫാദർ ടോം, സീറോ മലബാർ സഭയുടെ PRO നമുക്കൊപ്പമുണ്ട്. ഫാദർ ടോം, ഇക്കാര്യത്തിൽ നോക്കുക, BJP നേതാക്കളുടെ പഴയ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ അവിടുത്തെ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിൽ ഒരു നിലപാട് ഇപ്പോൾ എടുക്കുന്നില്ല, അന്വേഷണം നടക്കട്ടെ എന്നതാണ്. അതായത് ഇപ്പോഴും സംശയത്തിന്റെ മുന്നയിൽ നിർത്തി തന്നെയാണ് BJP നേതൃത്വം അവിടെ നിലപാടെടുത്തിരിക്കുന്നത്. നോക്കൂ, നമുക്ക് ഈ ഒരു വിഷയത്തിൽ BJP നേതാക്കന്മാരുടെ നിലപാടിന്റെ അറിയേണ്ടതോ അവരുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആവശ്യമില്ല. നമുക്ക് വളരെ കൃത്യമായി ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വിഷയമുണ്ട്, നമുക്ക് നല്ല ബോധ്യമുണ്ട് അവിടെ എന്താണ് നടന്നത്. സിസ്റ്റേഴ്സ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സഭയ്ക്ക് ബോധ്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ തിമിരം ബാധിക്കാത്ത എല്ലാ മനുഷ്യർക്കും ബോധ്യമുണ്ട്. ഹ്യൂമൻ ട്രാഫിക് എന്നൊക്കെ പറയുന്നു. 19 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കന്മാരുടെ സമ്മതപത്രം ഉള്ള എല്ലാ രേഖകളോടും കൂടിയ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത വിധം ഈ ഭാരതം എന്നാണ് ഇത്രമേൽ പ്രതിസന്ധിയിലായിട്ട് മാറിയിട്ടുള്ളത്. നമ്മുടെ ഈ കേരളത്തിൽ എത്ര ലക്ഷക്കണക്കിനാണ് അതിഥി തൊഴിലാളികൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നത്. അവരെ നമ്മൾ മലയാളികൾ ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ തടഞ്ഞു നിർത്തി നമ്മൾ അവരുടെ ആധാർ രേഖ ഇവിടുത്തെ സംഘടനകൾ ചോദിക്കാറുണ്ട്. നമ്മൾ അവരുടെ മാതാപിതാക്കന്മാരുടെ സമ്മതം മേടിച്ചിട്ടാണോ ഒരു ചെറുപ്പക്കാരൻ അല്ലെ ഒരു ചെറുപ്പക്കാരി ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പരക്കെ യാത്ര ചെയ്യേണ്ടത്? അപ്പോൾ ഈ പറയുന്നതൊക്കെയും സാമാന്യ ബുദ്ധിക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന നുണകളാണെന്ന് കേൾക്കുന്ന നമുക്കെല്ലാം ബോധ്യമുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനി BJPയുടേതോ മറ്റേതെങ്കിലും സംഘടനയുടെയോ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. ക്രൈസ്തവ സഭകൾ ഒരാളെ പോലും നിർബന്ധിതമായി മതം മാറ്റം നടത്തിയിട്ടില്ല. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജാതി വ്യവസ്ഥതയുടെ ഏറ്റവും ഭീകര ഇരകളായിട്ട് മേൽജാതിയിൽപ്പെട്ട ഡോക്ടർമാരോ അധ്യാപകരോ അടുത്തിരുത്താനോ തൊടാനോ അറയ്ക്കുന്ന രോഗികളെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ആ ജീവിതം കണ്ടിട്ട് ക്രൈസ്തവരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മതം പ്രചരിപ്പിക്കാൻ, മതം ജീവിക്കാൻ ഭരണഘടന നമുക്ക് തരുന്ന ഏറ്റവും വിശേഷപ്പെട്ട അവകാശമാണ്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കാണ്, ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്ന ആർക്കാണ് സാധിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിൽ നിന്ന് വിവിധ ഹൈന്ദവരായിട്ടുള്ള സന്യാസിമാർ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പരക്കെ യാത്ര ചെയ്യുന്നില്ലേ? അവിടെ ശിഷ്യ സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നില്ലേ? അവിടുന്ന് ഫണ്ടുകൾ വരുന്നില്ലേ? ആ രാജ്യങ്ങളിൽ അമ്പലങ്ങൾ പണിയുന്നില്ലേ? അവിടെ ആഘോഷങ്ങൾ നടത്തുന്നില്ലേ? ലണ്ടന്റെ നഗര ഹൃദയമധ്യത്തിൽ തന്നെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെയും അങ്ങനെ ഈ ഹൈന്ദവ മതം വളരെ ആഘോഷപൂർവ്വം വളർന്നു വരുന്നു. അവിടെയുള്ള ഹിന്ദുക്കൾക്ക് അവരുടെ ഉത്സവങ്ങൾ നടത്താൻ, വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കാൻ സർവ്വ സ്വാതന്ത്ര്യമുള്ളപ്പോൾ മതപ്രചരണവുമായിട്ട് അനേക സന്യാസിമാരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ട്രെയിനുകളിൽ കണ്ടിട്ടുണ്ട്, പുസ്തകങ്ങളടക്കം മതപ്രചരണത്തിന്റെ എല്ലാ വരുന്ന ആളുകളെ. ഏതെങ്കിലും ഒരാൾക്ക് നേരെ ഒരു കല്ല് പതിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ക്രൈസ്തവ രാജ്യങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെയും ഹൈന്ദവ സന്യാസിമാർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാം, ശിഷ്യരെ സമ്പാദിക്കാം, അവർക്ക് അനുയായി വൃന്ദങ്ങളെ ഉണ്ടാക്കാം, നിർബാധം നടക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്ക് എന്തുകൊണ്ടാണ് അവരുടെ മതം പ്രചരിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്? അതാണ് ചോദ്യം. ഞങ്ങൾ ചെയ്യുന്ന എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം ജീവിക്കുകയാണ്. ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കുന്നു, കുഷ്ഠരോഗി. ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ കണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് ആരെങ്കിലും വന്നാൽ
അതെങ്ങനെയാണ് നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത്? ശരി ശരി പട്ടിണി കിടക്കുന്നവർ ഒരു നേരത്തെ ആഹാരം കൊടുക്കാതിരിക്കുന്നവർ, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾ കുഷ്ഠരോഗികളെ പരിചരിക്കട്ടെ, ആശുപത്രികൾ തുടങ്ങട്ടെ, അവർ വിദ്യാലയങ്ങൾ നടത്തട്ടെ. അവർ സാമൂഹ്യ സേവനത്തിലേക്ക് ഇടപെട്ടുകൊണ്ടല്ലേ അവരുടെ മതത്തിന്റെ നന്മ അവർക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്നത്. ശരി ശരി ടോം. ആർ വി ബാബു, യെസ്, ആർ വി ബാബു, ഹിന്ദു ഐക്യവേദി, അദ്ദേഹം കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ആർ വി ബാബു കേട്ട് കാണും ഈ അദ്ദേഹം പറയുന്നത്. കത്തോലിക്ക സഭ അല്ലെങ്കിൽ സീറോ മലബാർ സഭ പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം ഒരു ഘട്ടത്തിൽ നൽകിയിട്ടില്ല. പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഹിന്ദു മതത്തിന് കിട്ടുന്ന സ്വീകാര്യതയൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം മഹാത്മാഗാന്ധിയാണ് നെഗേറ്റ് ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയെ പറഞ്ഞ ഈ സുവിശേഷവൽക്കരണം